ഹായ്. രാവിലെ എണീച്ച് അടുപ്പൊക്കെ കത്തിച്ച് അരി അടുപ്പിട്ടിട്ടുണ്ട്. പിന്നെ നെത്തോലി മത്തി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പം നെത്തോലിക്കൊക്കെ അരച്ച് ചെറിയ ഉള്ളി, മുളകും, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് അരച്ച് അതിനകത്ത് ഇച്ചിരി ഇഞ്ചി, തക്കാളി, ഒരു മുളകും കൂടി ഇടുന്നു, ഉണ്ടമുളക്, കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് ഉപ്പും ഇട്ട് പുളി ഇടുന്നുണ്ട്. മറ്റേ പുളി ഉപയോഗിക്കും, പിഴുമ്പുളി, ഇതും ഉപയോഗിക്കാറുണ്ട്. രണ്ടും തേങ്ങ അരയ്ക്കുമ്പോൾ ഉപയോഗിക്കും ഞങ്ങൾ. ഇന്ന് രസം കൂടി വെച്ചിട്ടുണ്ട്. രാവിലെ തക്കാളി രസം വെച്ചായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് മറ്റേ പുളി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉപ്പും ഇട്ട് ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. നെത്തോലിയാണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മത്തിക്കകത്ത് ഇച്ചിരി വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്നുള്ളിയും കൂടി ചതച്ച് പൊടികളെല്ലാം ഇട്ട് ഉപ്പും ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി പയറിരിപ്പുണ്ട്, അതും കൂടി അരിഞ്ഞ് ഇച്ചിരി അതും കൂടി തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എണ്ണ ഒഴിച്ചത് കടുകും വറുത്ത് തോരൻ അരിഞ്ഞ് വെച്ചത് കൂടി അതിനകത്ത് തട്ടിയിട്ട് ഇളക്കി വെക്കാമെന്ന് വെച്ചു. അന്നേരത്തിന് മീൻ തിളച്ചത്, എന്നിട്ട് നെത്തോലി മീനും കൂടി അതിനകത്ത് തട്ടിയിട്ട് അതും കൂടി അടച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ഇവിടെ മഴ ഇച്ചിരി തോന്നിയിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ച് മീനും കൂടി വറുക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പയറൊക്കെ അരിഞ്ഞ് വെച്ചായിരുന്നു, അതും കൂടി തോരൻ വെക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് ഇച്ചിരി സൗണ്ടുകളൊക്കെ കാണും വണ്ടിയുടെ. ഞാൻ കടയിൽ ഇരുന്ന ഈ സൗണ്ടൊക്കെ കൊടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഇച്ചിരി ഇത് കാണും, അത് ക്ഷമിക്കണം. പിന്നെ മത്തി വറുക്കാനും കൂടി വെച്ച് രാവിലെ എല്ലാം ജോലി കൂടി ഒതുക്കി വെച്ചിട്ട് വേണം പോവാൻ. അതുകൊണ്ട് ഇച്ചിരി ധൃതിയില്ല എല്ലാ ജോലികളും ചെയ്യുന്നത്. രാവിലെ ഒരു മാമൻ്റെ മോളുടെ കല്യാണമാണ് അടുത്ത മാസം 12-ാം തീയതി. അന്നേരം അവർ ഏട്ടൻ കല്യാണം വിളിക്കാൻ പോയിരിക്കുന്നു മാമൻ്റെ കൂടെ. അതൊന്ന് ചീനിയും കൂടി അരിഞ്ഞ് വെച്ച് ഇടയ്ക്ക് തോരനും കൂടി ചതച്ച് അതും കൂടി ചേർത്ത് വെച്ച് മത്തി അത് വറുത്ത് തിരിച്ചൊന്നിടാം. മീൻകറി ആയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടണം. അപ്പം അതിനകത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി തട്ടിയിടാം. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വണ്ടിയുടെ സൗണ്ടായിരിക്കും. വീട്ടിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്യാൻ സമയമില്ല. ചീനിയും കൂടി അടുപ്പത്ത് വെച്ച് മീൻകറിയായി. ഇച്ചിരി മീൻകറിക്കും ചീനിക്കും കൂടി കടുക് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചീനി വെന്തപ്പോൾ അതിനകത്ത് ഇച്ചിരി വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകും കൂടി ചതച്ചിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ചു വെച്ചേക്കുന്നു. ഉപ്പിട്ട ഇതാക്കി. എന്നിട്ട് അരി വെന്ത അதைയും കൂടി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ചീനിക്കകത്തും മീൻകറിക്കകത്തും ഇച്ചിരി ഇട്ടേ ചീനിക്കകത്തും ഇട്ട് ഇളക്കി വെക്കാം. ഇന്നത്തെ ചോറും ഇട്ടുണ്ട്, തോരനായി, മീൻ വറുത്തതായി, രസം വെച്ചിട്ടുണ്ട്, തക്കാളി വെച്ച് ചീനി വെച്ചിട്ടുണ്ട്, നെത്തോലി മീൻകറി. ഇന്നത്തെ ഇത്ര വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.